ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ട്യൂസ്ഡേ, അതായത് സെപ്റ്റംബർ 24th. അപ്പോൾ ഇന്ന് എനിക്ക് എൻ്റെ ലൈഫിൽ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ഡേ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് എന്നൊക്കെ പറയുന്നത്. മൊമെൻ്റ് ആയില്ല, അപ്പോൾ ഡ്രീം. ഇന്ന് എനിക്ക് എൻ്റെ ലൈഫിൽ ഒരുപാട് ഡ്രീംസിൽ ഒരു ഡ്രീം ഞാൻ അതിലോട്ടേക്ക് സ്റ്റെപ്പ് ഓൺ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ എടുക്കണം. കാരണം നമ്മുടെ ലൈഫിലൊരു വലിയൊരു സ്റ്റെപ്പാണ്, ഫസ്റ്റ് സ്റ്റെപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഫസ്റ്റ് സ്റ്റെപ്പല്ല, പക്ഷേ കരിയറിൽ എനിക്ക് എന്താ പറയുക, എനിക്ക് പറയാറില്ല, എൻ്റെ ഒരു ഡ്രീം തന്നെയാണിത്. അപ്പോൾ ആ ഡ്രീം ഇന്ന് എനിക്ക് ഞാൻ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാൻ പോകുന്നു. അതിൻ്റോടൊപ്പം തന്നെ ഒരു ലൈഫിൽ കരിയറിൽ അടുത്തൊരു സ്റ്റെപ്പിലോട്ടേക്ക് കയറാൻ പോകുന്ന ഒരു ഡേ ആണിന്ന്. വന്നില്ല അമ്മ. ബ്ലാക്ക് ചീപ്പിനെ എവിടോട്ട് എടുത്ത്. അപ്പോൾ ഞാൻ അബ്രോഡ് പോവുകയാണ്, പഠിക്കാനായിട്ടാണ് പോകുന്നത്. ഇന്നാണ് എൻ്റെ ഫ്ലൈറ്റ്. ഇന്ന് രാത്രി 9:45 എറണാകുളത്തു നിന്നാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ട്രിവാൻഡ്രത്താണ്. നമ്മൾ ട്രിവാൻഡ്രത്തു നിന്ന് എറണാകുളത്ത് എൻ്റെ ആൻറ്റിയുടെ വീട് അവിടെയാണ്. ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം അവിടെ പോയിട്ട് അവിടെ നിന്നിട്ട്, അതായത് അവിടെ ഒന്ന് പോയി ഒന്ന് ഫ്രഷ് ആയിട്ടാണ് നമ്മൾ പിന്നെ എയർപോർട്ടിലോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ഹാപ്പിയാണ്, അറ്റ് സെയിം ടൈം വിഷമവും ഉണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. ഓക്കെ, ആ ഒരു ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ നമ്മുടെ കരിയറാണ് അല്ലേ, കരിയർ ആകുമ്പോൾ നമുക്ക് ഇതൊക്കെ നമ്മൾ ഓവർകം ചെയ്യണം. അതുകൊണ്ട് ഓക്കെ. അപ്പോൾ ബാക്കി നമുക്ക്, അതായത് ഇനി എൻ്റെ ആൻറ്റിമാരെല്ലാവരും വരുന്നുണ്ട്. ഇവിടെ നിന്ന് നമ്മുടെ റിലേറ്റീവ്സ് കുറച്ച് പേര് വരുന്നുണ്ട്. അപ്പോൾ കാറിലാണ് അങ്ങോട്ട് പോകുന്നത്. അച്ഛൻ പുറത്ത് പോയിരിക്കുന്നത്. അപ്പോൾ അച്ഛൻ വന്നിട്ട് ഞങ്ങൾ ഇറങ്ങും. പ്രിപ്പറേഷൻസൊക്കെ ഭയങ്കര തിരക്കും കാര്യങ്ങളാണ്. കാരണം ലാസ്റ്റ് നിമിഷമാണ് ടിക്കറ്റ് എടുക്കുന്നത് അവർ. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കുണ്ട് കേട്ടോ. ഇന്നിപ്പം എനിക്ക് കൂടുതലൊന്നും പാക്ക് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഫ്ലൈറ്റിൽ ഓൺലി 23 kg പിന്നെ ക്യാബിൻ ഒരു 7 kg കൂടെ ചേർത്ത് ടോട്ടൽ ഒരു 30 kg പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് എല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. കാണിച്ചു തരാം. ഇതാണ് ക്യാബിനിലൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചത്. ഞാൻ വെയിറ്റ് ഒന്നും നോക്കിയിട്ടില്ല. ഇനി പോണ വഴിക്കൊന്ന് വെയിറ്റ് നോക്കണം. ഇത് നമ്മുടെ ലോങ് ബാഗാണ്. നമ്മൾ ഇറങ്ങിയ സമയത്ത് നല്ല മഴ ഉണ്ടായിരുന്നു, വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത്. അതുകൊണ്ട് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ആയപ്പോൾ ആ മഴ അങ്ങ് മാറി. പിന്നെ വെയിറ്റ് നോക്കാൻ കയറണമല്ലോ. അങ്ങനെ വെയിറ്റ് നോക്കി കയറിയിട്ടാണ് പിന്നെ ഞങ്ങൾ പോയത്. ഞാൻ നല്ല ടയേർഡായിരുന്നു. നല്ല ടെൻഷനും വിഷമവും എല്ലാം ഉണ്ടായിരുന്നു. എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തിനൊരു വാക്ക് ഞാൻ പോകുന്നതിനെ പറ്റി മിനിയാൻറ്റിക്ക് എന്താണ് പറയാനുള്ളത്? പോയി പഠിച്ച് നല്ലതായിട്ട് വരിക, അത്രേ ഉള്ളൂ. അമ്മാമ്മക്ക് എന്താണ് പറയാനുള്ളത്? സൗണ്ട്. ഞാൻ പോണതിനെ പറ്റി ഒന്നുമില്ല. അച്ഛന് പറയാനുള്ളത് ഇല്ല, പറയണ്ട, അതാണ് നല്ലത്. അച്ഛനാ ഞാൻ പോയി തരണം. അമ്മയ്ക്കാ ദേവുനൊന്നും പറയാനില്ല. രക്ഷപ്പെടുക, അത്രേ ഉള്ളൂ. എന്നെ കൊണ്ടുപോവാ. ചൂടെടുക്കുന്ന അമ്മ ഫാനൊക്കെ കുട്ടിയാണ്. അമ്മയ്ക്ക് എന്താണ് പറയാ?
ഓക്കെ, എനിക്ക് എന്താ പറയാനുള്ളത്, എൻ്റെ മക്കള് പഠിച്ച് നല്ലതായിട്ട് വരിക, അതേ പറയാനുള്ളത്. ഉണ്ണിക്ക് എന്താണ് പറയാനുള്ളത്? ഒന്നും പറയില്ല, ഒന്ന് പോയി തന്നാ മതി. എന്താ അവിടെ ഒന്ന് സെറ്റിൽ ആവും. നമ്മളെങ്ങനെ കാണാൻ പോകും? കാണാൻ വരണ്ട. അവിടെ സെറ്റിൽ ആവണം. സെറ്റിൽ ആവണം. അവിടെ ഇങ്ങോട്ട് ഇവിടെ തിരുവനന്തപുരത്ത് കേരള വേണ്ട, കേരള നെഹി വേണ്ട. അതാണ് നീ എന്റെ പ്ലാന്. എന്റെ ഉദ്ദേശം അതാണ്. അതാണ് പ്ലാന്. സെറ്റിൽ ആകുക അവിടെ. അവിടെ പിച്ചൂട്ടൻ എന്താണ് പറയാനുള്ളത്? വരുമ്പോ വന്നാ മതി. ഇവിടെ ആയിരുന്നാല് നന്നാവാൻ പറ. പോയി നന്നാവാൻ. ഞാനില്ല പൊന്നു പോയി നന്നാവാൻ പറ. നന്നായി പോ. പിന്നെ കസിൻസ് എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും ഒരു കാറിൽ കയറി. നമ്മുടെ കാറിൽ കയറിയിട്ട് പിന്നെ ഇവരൊക്കെ നല്ല ചില്ലായിരുന്നു. എനിക്ക് വയ്യ എങ്കിലും ഞാൻ അത്യാവശ്യം ഇവരുടെ അവിടെ എൻജോയ് ചെയ്താണ് ഇരുന്നത്. പക്ഷെ ഞങ്ങൾ ഈ ചില്ലെല്ലാം കഴിഞ്ഞ് അവിടെ എത്തിയപ്പോൾ ഒരു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് അവിടെ എത്തിയത് എയർപോർട്ടിൽ. ഒന്നും കൂടെ ഇവിടെ വന്നതിന് ശേഷം എനിക്കും എൻ്റെ ഫാമിലി മെമ്പേഴ്സിനും അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും നല്ല വിഷമമായിരുന്നു. ഫേസ് കണ്ടാൽ അറിയാം. പക്ഷെ സത്യം പറഞ്ഞാൽ നമുക്ക് ആ ഒരു വിഷമം അത് അറിയാനുള്ള ടൈം കിട്ടിയില്ലായിരുന്നു ആദ്യം. കാരണം നമ്മൾ ലേറ്റ് ആവും എന്നുള്ള രീതിയിൽ പെട്ടെന്നാണ് എത്തിയത്. അപ്പം വിഷമിക്കാനുള്ള സമയം കിട്ടിയില്ലായിരുന്നു. പിന്നെ ഫോട്ടോസൊക്കെ എടുക്കുന്നു. എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, അങ്ങനെ അവളുടെ അമ്മ അനിയത്തി ഉണ്ടായിരുന്നു, പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു. എൻ്റെ മാമൻ അമ്മായിമാര് എല്ലാവരും, അച്ചാമ്മ അമ്മാമ്മ, അങ്ങനെ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് വിഷമമുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ അധികം, കാരണം ഞാൻ കരയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കരച്ചിൽ അൺലിമിറ്റഡ് ആണ്, നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പിടിച്ചു വെച്ചിരുന്നു. പക്ഷെ ലാസ്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി. അത് എല്ലാവർക്കും അങ്ങനെയാണല്ലോ, ലാസ്റ്റ് പോയി. പിന്നെ ഹാപ്പി ആയിരുന്നു. എല്ലാവർക്കും വിഷമവും സന്തോഷവും എല്ലാ കൈൻഡ് ഓഫ് ഇമോഷൻസും ഉണ്ട്. ഇതാണ് എൻ്റെ അനിയൻ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ മാത്രമേ അവനെ കാണാൻ പറ്റൂ. കാരണം അവന് യൂട്യൂബിൽ വീഡിയോ ഞാൻ ഇടുന്നത് ഇഷ്ടമല്ല, അവന് വന്ന് നിൽക്കുന്നത് ഇഷ്ടമല്ല. പക്ഷെ ഇന്ന് ഞാൻ പോകുന്നതുകൊണ്ടാണ് വന്ന് നിന്നത്. അങ്ങനെ ഇതെൻ്റെ അമ്മായി, മാമൻ, എൻ്റെ അനിയത്തി, എൻ്റെ അനിയന്മാർ എല്ലാവരും ഉണ്ട്. അവരുടെ ഫാമിലിയാണിത്. അങ്ങനത്തെ എൻ്റെ 3 അമ്മായിമാരുണ്ട്. 3 പേരും ഉണ്ട്. നമ്മൾ അടിയാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല അടി കൂടും ഞങ്ങൾ. പക്ഷെ നല്ല സ്നേഹത്തിലാണ്. അവരെല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അകത്ത് കയറി. ഞാൻ അകത്ത് കയറി. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് അവരൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ അവരുടെ കൂടെ നമ്മളിരുന്നു. നമ്മുടെ ഫ്ലൈറ്റ് നല്ല ഡിലേ ആയിരുന്നു, ഇൻഡിഗോ. അത് ഈ ഒരു കാരണം കൊണ്ട് തന്നെ നമുക്കൊരു പണിയും പറ്റി ഗൈസ്. എൻ്റെ ഫേസ് കണ്ടാൽ അറിയാം എങ്ങനെയാണ് ഞാൻ ഇരിക്കുന്നതെന്ന്. അതെ, എൻ്റെ വ്ളോഗിലെല്ലാവരും ആഡ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റ് വന്നതാണ്. ഫ്ലൈറ്റിലോട്ട് കയറിക്കൊണ്ട് നിൽക്കുകയാണ്. ഇൻഡിഗോ ആണ് ഫസ്റ്റ്. കണക്ഷൻ ഫ്ലൈറ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഇൻഡിഗോയിലാണ് നമുക്ക് ബാംഗ്ലൂർ വരെ പോവേണ്ടത്. പക്ഷെ ഇൻഡിഗോ നല്ല ഡിലേ ആയിരുന്നു. ഡിലേ കാരണം നമുക്ക് ബാംഗ്ലൂരിന് ശേഷമുള്ള
കൊടുക്കില്ലേ സെൻസേർഡ് ആയിട്ടുള്ള കണ്ടന്റ് ഞാൻ പറയുമ്പോൾ ഞാനെടുത്ത് അങ്ങനെ നമ്മളിപ്പോൾ നമ്മുടെ ബാംഗ്ലൂർ എയർപോർട്ടിലോട്ടാണ് പോകുന്നത്. നമുക്ക് ഇനി കയറാനുള്ള ഇൻ്റർനാഷണൽ അവിടോട്ടേക്കാണ് പോകുന്നത്. ഞങ്ങളുടെ ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു. ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അതിനുശേഷമുള്ള KLM മിസ്സായിപ്പോയി. അപ്പോൾ ഇൻഡിഗോക്കാരും അവരും കൂടി തന്നെ നമുക്ക് എമിറേറ്റ്സ് എടുത്ത് തന്നു. പക്ഷേ എമിറേറ്റ്സ് എടുത്തപ്പം പക്ഷേ ഞങ്ങൾക്കൊരു പ്രശ്നം പറ്റി. ഞങ്ങൾക്ക് ബാംഗ്ലൂർ അതിനൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യുന്നു. അല്ലാണ്ട് കമ്പയർ നോക്കുമ്പോൾ എടാ എനിക്ക് നമ്മുടെ ബാഗൊന്നൊരു പ്രശ്നമില്ലാതെ എത്തുമല്ലേ? ഞാൻ പേരൊന്നും ഒട്ടിച്ചിട്ടില്ല. നീ ഒട്ടിച്ചിട്ടുണ്ടോ? ഞാൻ പേരും അഡ്രസ്സും മറ്റേ ഇതുവരും കണക്ഷൻ അടക്കമുണ്ട്. ഞാൻ ഒന്നും എഴുതിച്ചില്ല. ഹലോ ഗൈസ്, നമ്മുടെ ഫ്ലൈറ്റ് മിസ്സായിട്ട് നമ്മൾ ബാംഗ്ലൂരിൽ ഇരിക്കുന്നു. മിസ്സായതല്ല, നമ്മുടെ ആദ്യം വന്ന ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു. അപ്പം രണ്ടാമതുള്ള ഫ്ലൈറ്റിൽ പോകാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഇവർ വേറെ അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്. പാരീസിൽ പോകേണ്ട ഒരു ഭാഗ്യം വന്നതാണ്. പക്ഷേ ശങ്കൻ വിസ ഇല്ലാത്തതുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് വേറെ വീണ്ടും എല്ലാവരും ഉണ്ട്. ഇത് നീനു, ഇത് വിദ്യ. അല്ലാതെ എങ്ങനെ പോകാൻ നമ്മൾ സമ്മതിക്കൂല. ഞാൻ ആംസ്റ്റർഡാമിൽ എത്തിയ പോലെ ഒരു ഇതല്ലേ എന്നെ കണ്ട. കണ്ടേ തലവേരെടുക്കണം. ഇതിപ്പോ ബാക്കിലൊക്കെ കാണുമ്പോൾ നമ്മൾ വേറെ ഏതോ സ്ഥലത്ത് എത്തിയോ? നമ്മൾ നോർവിച്ചിലെത്തി. നമ്മള് നോർവിച്ച് പോലത്തെ ഏതോ സ്ഥലം. നല്ല ടയർഡായിരുന്നു എല്ലാവരും. അപ്പം നമ്മളെല്ലാവരും നല്ല ടയർഡായിരുന്നു. കാരണം ഉറങ്ങാൻ പറ്റിയില്ല. നൈറ്റ് ഫുള്ളും നമ്മൾ ബാംഗ്ലൂരായിരുന്നു. പിന്നെ രാവിലെ 10:30ക്കാണ് നമുക്ക്, അതായത് 25th രാവിലെ 10:30ക്കാണ് നമുക്ക് നമ്മുടെ എമിറേറ്റ്സ് വന്നത്. അങ്ങോട്ടേക്ക് ബാംഗ്ലൂർ എയർപോർട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ വീഡിയോ എടുത്തത്. കാരണം ഞാൻ പോയിട്ടില്ല ബാംഗ്ലൂർ എയർപോർട്ടിൽ. ബാംഗ്ലൂരിൽ നിന്നല്ല, ഒരു എയർപോർട്ടിൽ ഞാൻ പോയിട്ടില്ല, കയറിയിട്ടില്ല. ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് എക്സ്പീരിയൻസും കുറച്ച് പണിയൊക്കെ ആയിട്ടാണ് ശരിയായത്. ബാംഗ്ലൂർ എയർപോർട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. കാരണം ഞാൻ കണ്ടിട്ടില്ലല്ലോ. അപ്പം കണ്ടിട്ടുള്ളതിൽ എനിക്ക് എന്തോ ഇവിടുത്തെ ഒരു ആംബിയൻസ് സൂപ്പറായിരുന്നു. ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാൻ ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും ഞാൻ ഈ വീഡിയോ മാത്രമേ എടുത്തോളൂ. ഫോട്ടോ ഒന്നും എടുത്ത് നിൽക്കാനുള്ള ടൈം കിട്ടിയില്ല. കാരണം ഇനിയും ഒരു ഫ്ലൈറ്റ് മിസ്സാവാൻ നമുക്ക് പാടില്ലല്ലോ. അതുകൊണ്ട് നമ്മളെല്ലാവരും നല്ല ഫാസ്റ്റായിട്ടാണ് നടന്നുകൊണ്ട് ഇരുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ പോകുന്നത് ദുബായിലോട്ടേക്കാണ്. ദുബായിൽ പോയിട്ട് അവിടെ നിന്ന് ആംസ്റ്റർഡാം, പിന്നെ നോർവിച്ചിലോട്ടേക്ക്. നോർവിച്ചിലാണ് നമുക്ക് പോവേണ്ടത്. എൻ്റെ യൂണിവേഴ്സിറ്റി അവിടെ.
ഫ്ലൈറ്റ് നല്ല നല്ല ഫുഡ് എവിടെ പോയി അപ്പോഴത്തേനും അയാള് പിടിച്ചിട്ട് വേറൊരു പെണ്ണോട് ഓ അവരെ എടുക്കണ്ട. അവര് കൂട്ടിക്കൊണ്ട് പോയി ദേഹം മൊത്തം ഇത്ര നേരം ഇരുന്നതിന് നടന്നതിലേക്ക് എയർപോർട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആ ചേട്ടനെ വിളിക്കുന്നതായാലും നോക്കണം. ഫൈൻ. എല്ലാത്തിനും ഒരു വാക്ക് ഫൈൻ. ഇതൊക്കെ നീ യൂട്യൂബിൽ ഇടാനുള്ളതാണോ? യെസ്, ഞാൻ ഇതൊക്കെ വോയിസ് ചിലപ്പോൾ എഡിറ്റ് ചെയ്യും. ചീഞ്ഞിരിക്കണം ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങളിവിടെ സേഫായിട്ട് അപ്പോൾ ഞാൻ സേഫായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും എത്തി. ഇന്നലെ, അതായത് ഇവിടുത്തെ ടൈം രാത്രി 12 മണിക്കാണ് ഇവിടെ എത്തിയത്. ഇപ്പോൾ ഇവിടുത്തെ ടൈം വന്നിട്ട് എത്ര 7 സോറി നോക്കട്ടെ. ഇപ്പോൾ ഇവിടുത്തെ ടൈം വന്നിട്ട് 8:15. ഇനി നമുക്ക് കുറേ പണിയുണ്ട്, കാരണം യൂണിവേഴ്സിറ്റി പോകണം. യൂണിവേഴ്സിറ്റി പോയിട്ട് എന്തൊക്കെയോ കാര്യം ചെയ്യാനുണ്ട്. നമുക്ക് 23rd എത്തേണ്ടതാണ് യൂണിവേഴ്സിറ്റി. ഇപ്പോൾ അതാ 26 ആയി. പിന്നെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.